ഹായ് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോണത് ശരിക്കും പറഞ്ഞാൽ ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു ടോപ്പിക്കാണ്. സിനിമ, രാഷ്ട്രീയം, പിന്നെ സെൻസർഷിപ്പ്. ഇതൊക്കെ ഇന്ത്യയിൽ എങ്ങനെയാണ് ഒന്നിച്ചുകൂടി കിടക്കുന്നതെന്ന് നമുക്കൊന്ന് നോക്കിയാലോ. ഒരു ചോദ്യം ചോദിച്ചുകൊണ്ട് തുടങ്ങിയാലോ? ഒരൊറ്റ സിനിമയ്ക്ക്, ജസ്റ്റ് ഒരു സിനിമയ്ക്ക് ഒരു രാജ്യത്തെ ഇലക്ഷനെ മൊത്തത്തിൽ സ്വാധീനിക്കാൻ പറ്റുമോ? കേൾക്കുമ്പോൾ ഒരു അതിശയോക്തിയായിട്ട് തോന്നുന്നുണ്ടാവല്ലേ? പക്ഷേ സത്യം പറഞ്ഞാൽ ഈ ചോദ്യത്തിന് ഇന്ന് ഇന്ത്യയിൽ വലിയ പ്രസക്തിയുണ്ട്. ഇപ്പോൾ ഈ അടുത്ത് വന്ന ദ കേരള സ്റ്റോറി ഓർത്താൽ മതി. എന്തോരം ചർച്ചകളായിരുന്നു അതിനെപ്പറ്റി. അപ്പോൾ നമ്മളിപ്പോൾ ചോദിച്ച ചോദ്യം വെറുമൊരു തിയറിയല്ല, അത് നമ്മുടെ കൺമുന്നിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ്. അപ്പോൾ നമുക്ക് കുറച്ചുകൂടി ഡീറ്റെയിൽ ആയിട്ട് നോക്കാം, സിനിമകൾ എങ്ങനെയാണ് ഈ രാഷ്ട്രീയത്തിൽ ഇടപെടുന്നത് എന്ന്. ഓക്കെ, അപ്പോൾ ഈ വിഷയം മുഴുവനായിട്ട് മനസ്സിലാക്കാൻ നമ്മൾ 5 കാര്യങ്ങളിലൂടെയാണ് കടന്നുപോകാൻ പോകുന്നത്. ആദ്യം സിനിമയിൽ എങ്ങനെയാണ് ഈ രാഷ്ട്രീയ വിത്തുകൾ വരുന്നതെന്ന് നോക്കും. പിന്നെ പ്രൊപ്പഗാൻഡയും പൊളിറ്റിക്കൽ നറേറ്റീവും എന്താണെന്ന് മനസ്സിലാക്കും. അതുകഴിഞ്ഞ് സെൻസർ ബോർഡിന്റെ റോൾ എന്താണെന്നും അവരുടെ ചരിത്രപരമായ ചില ഏറ്റുമുട്ടലുകളെക്കുറിച്ചും സംസാരിക്കും. അവസാനമായിട്ട് പുതിയ നിയമങ്ങളും OTTയുടെ വരവുമൊക്കെ ഇതിനെ എങ്ങനെ മാറ്റിമറിച്ചുവെന്നും നോക്കാം. അപ്പോൾ നമുക്ക് ആദ്യത്തെ സെക്ഷനിലേക്ക് കടക്കാം. സിനിമയിലെ രാഷ്ട്രീയ വിത്തുകൾ എന്താണിത്, അല്ലേ? കേൾക്കുമ്പോൾ തന്നെ ഒരു കൗതുകം തോന്നുന്നില്ലേ? ഇതൊന്നുമില്ല. സിമ്പിളായി പറഞ്ഞാൽ സിനിമയുണ്ടാക്കുന്നവർ സമൂഹത്തിലേക്ക് ചില പ്രത്യേക ആശയങ്ങൾ, അതായത് ഐഡിയകൾ വിതറുന്നതിനെയാണ് ഇങ്ങനെ പറയുന്നത്. അതായത് ഒരു പ്രത്യേക പൊളിറ്റിക്കൽ ഐഡിയോളജി അല്ലെങ്കിൽ ഒരു പോയിന്റ് ഓഫ് വ്യൂ അത് ജനങ്ങളുടെ ഇടയിലേക്ക് പതിയെ അങ്ങ് എത്തിക്കാൻ സിനിമകളെ ഒരു ടൂളായി ഉപയോഗിക്കുന്നു. അതിനെയാണ് നമ്മൾ ഈ രാഷ്ട്രീയ വിത്തുകൾ എന്ന് വിളിക്കുന്നത്. ഇത് പല രീതിയിൽ സംഭവിക്കാം. അതെന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ ഈ രാഷ്ട്രീയ വിത്തുകൾക്ക് പല രൂപങ്ങളുണ്ട്. എന്നാലും മെയിനായിട്ട് നമുക്കിതിനെ രണ്ടായിട്ട് ചിരിക്കാം. ഈ രണ്ടെന്നും തമ്മിലുള്ള വ്യത്യാസം മനസ്സിലാക്കിയാൽ മതി ഒരു സിനിമ എന്തിനാണ് ഉണ്ടാക്കിയതെന്ന് നമുക്ക് ഏകദേശം പിടികിട്ടും. ഒന്നാമത്തേതാണ് നറേറ്റീവ് പൊളിറ്റിക്സ് അല്ലെങ്കിൽ വിവരണാത്മക രാഷ്ട്രീയം. അതായത് സമൂഹത്തിൽ ഓൾറെഡി ഉള്ള ഒരു സോഷ്യൽ അല്ലെങ്കിൽ പൊളിറ്റിക്കൽ ഇഷ്യൂ എടുത്ത് അത് ആളുകളുടെ ഇടയിൽ വലിയ ചർച്ചയാക്കും. പലപ്പോഴും ഭയങ്കര ഇമോഷണലായിട്ടുള്ള ചർച്ചകൾ. ഇപ്പോൾ ഉദാഹരണത്തിന് ദ കശ്മീർ ഫയൽസ് അല്ലെങ്കിൽ ദ കേരള സ്റ്റോറി ഒക്കെ ഇതിൽ പെടും. ഇനി രണ്ടാമത്തെ കാറ്റഗറി കുറച്ചുകൂടി ഡയറക്റ്റാണ്, പ്രൊപ്പഗാൻഡ സിനിമകൾ. ഇവ ഒരു പ്രത്യേക പാർട്ടിയെയോ നേതാവിനെയോ സപ്പോർട്ട് ചെയ്യാനോ അല്ലെങ്കിൽ അവരുടെ എതിരാളികളെ മോശക്കാരാക്കാനോ വേണ്ടി ഉണ്ടാക്കുന്നതാണെന്ന് ഒരു ആരോപണമുണ്ട്. ഉദാഹരണത്തിന് PM നരേന്ദ്രമോദി എന്ന സിനിമ, അതുപോലെ ദി ആക്സിഡന്റൽ പ്രൈം മിനിസ്റ്റർ. ഇതൊക്കെ ഓർമ്മയില്ലേ? അപ്പോൾ ഒരു സംശയം വരാം, ഇങ്ങനെയുള്ള സിനിമകളൊക്കെ തിയേറ്ററിൽ വരുന്നതിന് മുമ്പ് ആരെങ്കിലും ഇതൊക്കെ നോക്കുന്നില്ലേ? ഇതിനൊരു കൺട്രോൾ ഇല്ലേ? ഉണ്ട്. അവിടെയാണ് നമ്മുടെ സെൻസർ ബോർഡ് രംഗപ്രവേശം ചെയ്യുന്നത്. നമ്മളെല്ലാവരും സെൻസർ ബോർഡ് എന്ന് പറയുന്ന ഈ സംഭവത്തിന്റെ ശരിക്കുള്ള പേര് CBFC, അതായത് സെൻട്രൽ ബോർഡ് ഓഫ് ഫിലിം സർട്ടിഫിക്കേഷൻ എന്നാണ്. ഇതൊരു ഗവൺമെന്റ് ബോഡിയാണ്. ഇവരുടെ പണി എന്താണെന്ന് വെച്ചാൽ ഇന്ത്യയിൽ റിലീസ് ചെയ്യുന്ന സിനിമകളും ഡോക്യുമെന്ററികളുമൊക്കെ പരിശോധിച്ച് അത് പബ്ലിക്കിന് കാണിക്കാൻ കൊള്ളാമോ എന്ന് സർട്ടിഫൈ ചെയ്യുക. അതാണ് ഇവരുടെ മെയിൻ റോള്. ഇനി സിനിമ തുടങ്ങുമ്പോൾ സ്ക്രീനിൽ കാണിക്കില്ലേ UA എന്നൊക്കെ? എന്താണിതിന്റെ അർത്ഥമെന്ന് നമ്മൾ ചിന്തിച്ചിട്ടുണ്ടോ? ശരിക്കും 4 ടൈപ്പ് സർട്ടിഫിക്കറ്റുകളാണുള്ളത്. U എന്ന് പറഞ്ഞാൽ അൺറെസ്ട്രിക്റ്റഡ്, ആർക്കും കാണാം, സിമ്പിൾ. UA ആണെങ്കിൽ പേരൻസിൻ്റെ കൂടെ ഇരുന്ന് കാണണം. ഇപ്പം അതിൽ പുതിയ കുറച്ച് സബ് കാറ്റഗറീസൊക്കെ വന്നിട്ടുണ്ട്. UA 7+, UA 13+, UA 16+ എന്നൊക്കെ. A സർട്ടിഫിക്കറ്റ് നമുക്ക് എല്ലാവർക്കും അറിയാം, അഡൾട്ട്സ് ഓൺലി, 18 വയസ്സിന് മുകളിലുള്ളവർക്ക് മാത്രം. പിന്നെ അധികം കണ്ടിട്ടില്ലാത്ത ഒന്നാണ് S. അത് ഡോക്ടർമാരെ പോലുള്ള സ്പെഷ്യൽ ഓഡിയൻസിന് വേണ്ടിയുള്ളതാണ്. പക്ഷേ ഈ സിനിമയുണ്ടാക്കുന്നവരും സെൻസർ ബോർഡും തമ്മിൽ എപ്പോഴും അങ്ങോട്ട് രസത്തിലായിരുന്നില്ല കേട്ടോ. ഫ്രീഡം ഓഫ് എക്സ്പ്രഷൻ, അതായത് ആവിഷ്കാര സ്വാതന്ത്ര്യത്തിന്റെ പേരിൽ എപ്പോഴും ഒരു തർക്കം അവിടെയുണ്ട്. നമുക്ക് ആ ഏറ്റുമുട്ടലുകളുടെ ഒരു നീണ്ട ചരിത്രം തന്നെയുണ്ട്. അതൊന്ന് നോക്കാം. ഈ പോരാട്ടത്തിന് ശരിക്കും പതിറ്റാണ്ടുകളുടെ പഴക്കമുണ്ട്. നോക്കൂ, 1975 അടിയന്തരാവസ്ഥയുടെ സമയത്ത് ആന്തി എന്നൊരു സിനിമ വന്നു. അന്നത്തെ പ്രധാനമന്ത്രി ഇന്ദിരാഗാന്ധിയുടെ ജീവിതവുമായി സാമ്യമുണ്ടെന്ന് പറഞ്ഞ് അത് ബാൻ ചെയ്തു. അത് അവിടെ തുടങ്ങി. പിന്നെ 1977 കിസ്സ കുർസിക എന്നൊരു പൊളിറ്റിക്കൽ സറ്റയർ സിനിമയുടെ പ്രിന്റ് വരെ കത്തിച്ചു കളഞ്ഞു. പിന്നീടങ്ങോട്ട് ഒരുപാട് സിനിമകൾ ഈ ലിസ്റ്റിലുണ്ട്. ബാൻഡിറ്റ് ക്വീൻ, അതിലെ നഗ്നതയുടെ പേരിൽ, ഫയർ എന്ന സിനിമ സ്വർഗാനുരാഗം കാണിച്ചതിന്റെ പേരിൽ, ഏറ്റവും ഒടുവിൽ ലിപ്സ്റ്റിക് അണ്ടർ മൈ ബുർക്ക ലേഡി ഓറിയന്റഡ് ആണെന്ന് പറഞ്ഞ് സർട്ടിഫിക്കറ്റ് കൊടുക്കാതിരുന്നത് വരെ എത്തി കാര്യങ്ങൾ. അപ്പോൾ ഇതൊക്കെ പണ്ടത്തെ കാര്യമല്ലേ എന്ന് വിചാരിക്കേണ്ട. ഈയിടെയും ഇതൊക്കെ സംഭവിച്ചിട്ടുണ്ട്. 2023-നും 2025-നും ഇടയിലുള്ള കാര്യങ്ങൾ നോക്കിയാൽ മതി. ദ കേരള സ്റ്റോറി, അത് ഡേറ്റ ശരിയല്ല, ഹേറ്റ് പ്രൊപ്പഗാൻഡയാണ് എന്നൊക്കെ പറഞ്ഞു വലിയ വിവാദമായി. JSK എന്ന സിനിമയുടെ പേര് മാറ്റാൻ സെൻസർ ബോർഡ് പ്രഷർ ചെയ്തു. 72 ഹുറൈൻ എന്ന സിനിമ ഒരു പ്രത്യേക കമ്മ്യൂണിറ്റിയെ മോശമായി കാണിക്കുന്നു എന്ന ആരോപണം നേരിട്ടു. അപ്പോൾ പ്രശ്നങ്ങൾ ഇപ്പോഴും തുടരുന്നുണ്ട്. ഇനി കുറച്ചുകൂടി സ്പെസിഫിക് ആയിട്ടുള്ള ഉദാഹരണങ്ങൾ പറയാം.
JSK എന്ന സിനിമയിൽ റേപ്പ് ചെയ്യപ്പെട്ട ഒരു കഥാപാത്രത്തിന് ജാനകി എന്ന് പേരിട്ടു. അത് മതവികാരത്തെ വ്രണപ്പെടുത്തുമെന്ന് സെൻസർ ബോർഡ് പറഞ്ഞു. പിന്നെ കോർട്ട് ഇടപെട്ടിട്ടാണ് ആ സിനിമ റിലീസായത്. അതുപോലെ ഹാൽ എന്ന സിനിമയിൽ ബീഫ് ബിരിയാണി കാണിക്കുന്ന ഒരു സീൻ, ആ സീനും അതിലെ ഡയലോഗും മാറ്റാൻ പറഞ്ഞു. ഇനി വരാനിരിക്കുന്ന L2 എമ്പുരാനിൽ ഗുജറാത്ത് കലാപത്തെ ഓർമ്മിപ്പിക്കുന്ന സീനുകളുണ്ടെന്ന് പറഞ്ഞ് 17 കട്ടുകളാണ് ആവശ്യപ്പെട്ടതെന്നാണ് റിപ്പോർട്ടുകൾ. അപ്പോൾ കാര്യങ്ങൾ എത്രത്തോളം പോകുന്നുണ്ടെന്ന് മനസ്സിലായല്ലോ. ഓക്കെ, അപ്പം ഇത്രയും പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. ഈ മാറുന്ന ലോകത്ത് പുതിയ ടെക്നോളജിയും നിയമങ്ങളുമൊക്കെ ഈ കളിയെ എങ്ങനെയാണ് മാറ്റുന്നത്? ഇതാണ് നമ്മുടെ അവസാനത്തെ, ഒരുപക്ഷെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയ സെക്ഷൻ. 2023 സിനിമാറ്റോഗ്രാഫ് ആക്ടിൽ കുറച്ച് മാറ്റങ്ങൾ വന്നു. പ്രധാനമായിട്ടും 3 കാര്യങ്ങളാണ്. ഒന്ന്, പൈറസിക്കിന് ഭയങ്കര കടുത്ത ശിക്ഷയാണ്, ജയിൽ ശിക്ഷ വരെ കിട്ടാം. അത് ഇൻഡസ്ട്രിക്ക് നല്ലതാണ്. രണ്ടാമത്തത്, നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ, UA സർട്ടിഫിക്കറ്റിന് പുതിയ ഏജ് ബേസ്ഡ് കാറ്റഗറികൾ വന്നു. മൂന്നാമത്തെ മാറ്റം, ഫിലിം സർട്ടിഫിക്കറ്റുകൾക്കിനി ലൈഫ് ടൈം വാലിഡിറ്റിയാണ്. പണ്ടത് 10 വർഷത്തേക്കായിരുന്നു. പക്ഷേ നിയമങ്ങൾ ഒരു ഭാഗത്ത്, ടെക്നോളജി വേറൊരു ഭാഗത്ത്. ഈ ഫീൽഡിനെ മൊത്തത്തിൽ മാറ്റിമറിച്ചത് എന്താണെന്ന് ചോദിച്ചാൽ ഒറ്റ ഉത്തരമേ ഉള്ളൂ: OTT പ്ലാറ്റ്ഫോമുകൾ. ഈ ഒരു പോയിന്റ് ശ്രദ്ധിച്ചു കേൾക്കണം. OTTക്ക് തിയേറ്ററിലെ പോലെ സ്ട്രിക്റ്റായ സെൻസർഷിപ്പില്ല. അതുകൊണ്ട് പല ഡയറക്ടർമാരും അവരുടെ രാഷ്ട്രീയം തുറന്നു പറയാൻ ഈ പ്ലാറ്റ്ഫോമുകളെയാണ് ഉപയോഗിക്കുന്നത്. ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു മാറ്റമാണ്. അതായത് ഇന്ന് നമുക്ക് 2 തരം കണ്ടന്റ് ലോകങ്ങളുണ്ട്. ഒന്ന്, തിയേറ്ററിൽ വരുന്നത്. അത് CBFCയുടെ പൂർണ്ണ നിയന്ത്രണത്തിലാണ്. കട്ടും മ്യൂട്ടും ഒക്കെ ഉണ്ടാവും. മറ്റൊന്ന്, നെറ്റ്ഫ്ലിക്സ്, പ്രൈം വീഡിയോ പോലുള്ള OTT പ്ലാറ്റ്ഫോമുകളിൽ വരുന്നത്. അവിടെ ഒരു പ്രീ സെൻസർഷിപ്പ് ഇല്ല. അവർക്കൊരു സെൽഫ് റെഗുലേഷൻ കോഡാണുള്ളത്. അതുകൊണ്ട് തന്നെ അവിടെ കൂടുതൽ ധൈര്യമായി കാര്യങ്ങൾ പറയാൻ പറ്റുന്നുണ്ട്. അപ്പോൾ നമ്മൾ തുടങ്ങിയ ചോദ്യത്തിലേക്ക് തന്നെ അവസാനം തിരിച്ചെത്തുകയാണ്. സിനിമകൾ നമ്മുടെ സമൂഹത്തെ ഭിന്നിപ്പിക്കുകയാണോ ചെയ്യുന്നത്, അതോ നല്ല രീതിയിലുള്ള ചർച്ചകൾക്ക് വഴി തുറക്കുകയാണോ? ഇനി നിങ്ങളൊരു സിനിമ കാണുമ്പോൾ അതിൽ ഇങ്ങനത്തെ എന്തെങ്കിലും രാഷ്ട്രീയ വിത്തുകൾ ഒളിഞ്ഞിരിപ്പുണ്ടോ എന്നൊന്ന് ആലോചിച്ചു നോക്കൂ. എന്താണ് നിങ്ങളുടെ അഭിപ്രായം? ചിന്തിക്കേണ്ട ഒരു വിഷയം തന്നെയാണല്ലേ?